ഹായ്, വെൽക്കം ടു എഡെക്സ് പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ഒരു ഇന്റർനാഷണൽ ട്രെയിനറും അതുപോലെ തന്നെ UAE ഒരു എഡ്യൂപ്രണറാണ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് റൺ ചെയ്യുന്ന ഒരാളാണ്. ഹാദി എന്നാണ് പേര്. വെൽക്കം ടു ദ എഡെക്സ് പോഡ്കാസ്റ്റ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കൂടുതലായിട്ടുള്ളൊരു ഫോർമൽ ഇതിലേക്ക് പോകുന്നില്ല. നമ്മളൊരു മെൻറ്ററാണ്, നമ്മളൊരു സംഗീതാചാര്യാണ്. അപ്പോൾ ഹാദിക്ക, നിങ്ങളെ ജസ്റ്റ് നിങ്ങളെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞോളൂ. എന്താണ്, എങ്ങനെയാണെന്നുള്ളത്. എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ ഞാൻ വിളിക്കുന്നത് കോൺഫിഡൻസ് എഞ്ചിനീയർ എന്നാണ്. കാരണം കോൺഫിഡൻസ് എഞ്ചിനീയർ, അതൊരു കാരണമുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ട്രെയിനിങ് മേഖലയിലേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിൽ വന്നു. പക്ഷേ ആഗ്രഹങ്ങളുടെ നമ്മളുടെ ഇടയിൽ ഒരു പേടി എന്നുള്ള സാധനം ഉണ്ടല്ലോ, ആ പേടി എന്നുള്ളൊരു സാധനം ഓവർകം ചെയ്ത് ഈ ഇടയ്ക്കാണ് എനിക്ക് സ്വന്തമായിട്ട് ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാനുള്ള ധൈര്യം ഉണ്ടായത്. ഓക്കെ, ഗ്രേറ്റ്. ഒരു മിനിറ്റ്, ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടോ? അതായത് ഫസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആയിട്ട് തുടങ്ങി, അത് ഭയങ്കര ഒരു കോൺഫിഡൻസ് തന്നെ അല്ലേ? അല്ല, കാരണം ഇതിനൊരു ജേർണി ഉണ്ട് അതിന്റെ പിന്നില്. കാരണം കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ട്രെയിനിങ് മേഖലയിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം വന്ന അന്ന് മുതലേ എന്റെ സ്റ്റാഫിന്റെ ഇടയിലൊക്കെ അതൊരു ടോക്കായി. കാരണം ഇവൻ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നില്ല, ഇവൻ പ്രസന്റേഷനിലും പബ്ലിക് സ്പീക്കിങ്ങിലൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ MBA ഒരു സാറിന്റെ ഫ്രണ്ടിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റെക്കമെൻഡ് ചെയ്തു. അവിടെ ഇന്റർവ്യൂവിന് പോയി. എവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു? പഠിച്ചത് നാമക്കൽ AMS എഞ്ചിനീയറിംഗ് കോളേജ്. ഓക്കെ, നാമക്കൽ. ഓക്കെ, സാറ് റെക്കമെൻഡ് ചെയ്തു. വർഷവും പറയാൻ ബുദ്ധിമുട്ട്. 2011 പാസ്ഡ് ഔട്ട്. ഓക്കെ, ഗ്രേറ്റ്. അവിടെ പോയപ്പോൾ ഇന്റർവ്യൂവിന് ഫെയിൽ ആയപ്പോൾ നമ്മൾ റിപ്പീറ്റഡ്ലി സക്സസ്ഫുൾ ആകുമ്പോൾ ഒരു ഫെയിലിയർ ഒരു ബിഗ് ബ്ലോ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിന്റെ സെൽഫ് എസ്റ്റീമിനെ ബാധിച്ചു. ഞാൻ പിന്നെ ട്രൈ ചെയ്തില്ല. ആൻഡ് ഐ റിഗ്രറ്റ് അബൌട്ട് ഇറ്റ് നൗ. അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാവരും നോക്കുമ്പോൾ എഞ്ചിനീയറിംഗ് പൈസ കിട്ടും, ഓക്കെ, പിന്നെ ആയാലും ഇതൊക്കെ നടക്കുമല്ലോ എന്ന് വിചാരിച്ച് ദുബായിലോട്ട് കുറെ ആളുകൾ കയറുന്ന പോലെ തന്നെ വണ്ടി കയറി, ഇവിടെ ഒരു കമ്പനിയിൽ കയറി. മെക്കാനിക്കൽ എഞ്ചിനീയർ ആയി. 2016 നാട്ടിൽ വന്നപ്പോൾ ഒരു ചെറിയൊരു ആക്സിഡന്റ്. അപ്പൊ ആക്സിഡന്റ് ആയപ്പോൾ ഒന്ന് കിടന്നപ്പോൾ ലൈഫ് ഒന്ന് സ്ലോ ഡൗൺ ആയപ്പോൾ ചിന്തിച്ചു എവിടേക്കാ ഈ പോകുന്നതെന്ന്. അങ്ങനെ പോയപ്പോൾ മനസ്സിലായത് എൻ്റെ കുറച്ച് ആഗ്രഹങ്ങളും അംബിഷൻസും ഒക്കെ ഉണ്ടായിരുന്നു, ഞാനതൊക്കെ മറന്നിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു മൊമെന്റിൽ വീണ്ടും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ വന്നു. പക്ഷെ കുറേ കാലം നമ്മളൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൽസ് ഒക്കെ ലോസ്റ്റ് ആകും എന്ന് തിരിച്ചറിയും. അതിന് ഇൻസ്പയർഡ് ആയിട്ട് ഞാനൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പബ്ലിക് സ്പീക്കിംഗ് ജിം. അതിനെ കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ടോസ്റ്റ് മാസ്റ്റേഴ്സ് എന്നുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അവിടെ നമുക്ക് പബ്ലിക് സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യാം. അവിടെ പോയിട്ട് 2 മിനിറ്റിന്റെ ഒരു ടോക്ക് ഉണ്ട്, ടേബിൾ ടോപ്പിക്. അതെ, അത് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ 30 സെക്കൻഡ് ആയപ്പോഴേക്കും എനിക്ക് വാക്കുകൾ കിട്ടാതെ അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എല്ലാം പോയിട്ടുണ്ട്, വീണ്ടും റീബിൽഡ് ചെയ്യണം. ആ ഒരു പ്രോസസ്സ് അന്ന് ടഫായിട്ട് തോന്നിയിട്ടെങ്കിലും ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ആ പ്രോസസ്സ് എന്നെ റീബിൽഡ് ചെയ്തു, കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലായിട്ട് എന്നെ ആ ഒരു പ്രോസസ്സിൽ മാറ്റാൻ കഴിഞ്ഞു വിശ്വസിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ പബ്ലിക് സ്പീക്കിംഗ് പ്രോജക്റ്റിനെ കുറിച്ച് പറയാം. പബ്ലിക് സ്പീക്കിംഗ് ജിം എന്നുള്ള ഒരു പ്രോജക്റ്റിൽ ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ സ്കിൽസ് ഒരു മസിൽസ് പോലെയാണ്. ഈ മസിൽസ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നില്ലെങ്കിൽ ആ മസിൽസ് വീക്കാവും. കണ്ടിന്യൂസ്ലി നമ്മൾ അതിനെ എനർജൈസ് ചെയ്യുകയാണെങ്കിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് സ്ട്രെങ്തൻ ആവും. അപ്പോൾ ഞാൻ എൻ്റെ പ്രോജക്റ്റിൽ പബ്ലിക് സ്പീക്കിംഗ് ജിം എന്നുള്ള പേര് കൊടുത്തിട്ട് അവിടെ എനിക്കുണ്ടായൊരു അനുഭവമുണ്ട്. ഞാൻ വളരെ നല്ലൊരു സ്പീക്കറാണ് എന്ന് ഞാൻ സ്വയം വിശ്വസിച്ചിരുന്നു. അവിടെ നിന്ന് എനിക്കെല്ലാം നഷ്ടപ്പെട്ട് വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്യാനുണ്ടായ കാരണം ഞാൻ ആ സ്കിൽസിൽ ഫോക്കസ് ചെയ്ത് നിർത്തി. അപ്പോൾ എനിക്ക് ആ സ്കിൽസ് ലോസ്റ്റ് ആയി. അപ്പോൾ ഞാൻ പ്രൊഫഷണൽസിനോടും ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, അവർ ആ കോൺഫിഡൻസ് മസിൽസ് ബിൽഡ് ചെയ്യണമെങ്കിൽ ദേ ഹാവ് ടു കണ്ടിന്യൂസ്ലി എക്സസൈസ് ഇറ്റ്. അത് ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ ബി റെഡി ഫോർ ദാറ്റ് ബിഗ് മൊമെന്റ്. എൻ്റെ ടാഗ് ലൈൻ തന്നെ ജോയിൻ പബ്ലിക് സ്പീക്കിംഗ് ജിം, ബി റെഡി ഫോർ ദാറ്റ് ബിഗ് മൊമെന്റ്. കാരണം ബിഗ് മൊമെന്റ് എപ്പോൾ വരും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. നമ്മുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യുന്ന ആ ഗോഡ് ഫാദർ എന്നാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുക എന്ന് നമുക്ക് അറിയില്ലല്ലോ. പക്ഷെ ആ മൊമെന്റിൽ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് നമ്മുടെ ഐഡിയയും നമ്മളെയും പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ മൊമെന്റ് ഭയങ്കര അതെ ആ ഒരു മൊമെന്റിനെ കുറിച്ച് നമ്മൾ റിഗ്രറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു മൊമെന്റ് വരുന്നതിന് മുമ്പേ സ്വയം പ്രിപ്പയർ ചെയ്യുക എന്നൊരു മെസ്സേജാണ് എൻ്റെ പ്രോജക്റ്റിലൂടെ ഞാൻ കൊടുക്കുന്നതും. അതിന് സയന്റിഫിക്കലി ഒരു 18 ടെക്നിക്സുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടുള്ള ഒരു പബ്ലിക് സ്പീക്കിംഗ് ജിം എന്നൊരു പ്രോഗ്രാം ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഫോർ സ്റ്റുഡൻസ് ആൻഡ് പ്രൊഫഷണൽസ്. ഓക്കെ, അടിപൊളി തോട്ടാണ്, അടിപൊളി വിഷനാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഞാൻ കംപ്ലീറ്റ്ലി വിശ്വസിക്കുന്ന കാര്യം, നമ്മുടെ നാട്ടിലെ ആളുകൾ സക്സസ്ഫുൾ അല്ലെങ്കിൽ ആവാത്തതിൻ്റെ ഒരു റീസൺ, സക്സസ്ഫുൾ പല മീനിങ്ങിലാട്ടോ, അവർക്ക് ടാലൻറ്റ് ഇല്ലാത്തത് കൊണ്ടും അവർക്ക് നോളജ് ഇല്ലാത്തത് കൊണ്ടും അവർ ഐഡിയ ഇല്ലാത്തതുകൊണ്ടൊന്നല്ല, അവർക്ക് ഈ സാധനം പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അവിടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ വരാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് ഒരാൾ എന്താ പറയുക, ഇപ്പം ഞാൻ എപ്പോഴും പറയും എലവേറ്റർ പിച്ച് എന്ന് പറയും.
ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഈ എലിവേറ്റർ പിച്ച് എലിവേറ്റർ നല്ല ലിഫ്റ്റ് നമ്മൾ യാത്ര മുകളിലേക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ ആക്സിഡൻ്റ് ഞാനൊരു മാളിൽ പോയി ഞാൻ ലിഫ്റ്റ് കയറി തുറക്കുമ്പോൾ എനിക്ക് ഗോഡ് ഫാദർ ആയിട്ട് അല്ലെങ്കിൽ ഞാൻ റോൾ മോഡലായി കാണുന്ന ഒരാളിന് മുമ്പ് കിട്ടിയാൽ മാത്രം പോരാ, എനിക്ക് ആളെ കൺവിൻസ് ചെയ്യാൻ പിച്ച് ചെയ്യാൻ പറ്റണം. ഒരു 30-30 സെക്കൻഡ് ഞാൻ ഇന്നതാണ് ഇതാണെന്നുള്ളത്. അവിടെ ചിലപ്പോൾ എൻ്റെ ലൈഫിനെ ടോട്ടലി ചേഞ്ച് ആവും. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റാത്ത നല്ലൊരു പോസിറ്റീവ് ആളുകളുണ്ട്. അവർക്ക് എന്താ ചെയ്യാൻ അറിയാൻ നിൽക്കുന്ന ആളുകൾ. ഞങ്ങൾ എഡെക്സിൽ ആക്ച്വലി ഇതാണ് ഇതിൻ്റെ വേറെ വേർഷനാണ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങളിപ്പോൾ ഒരു വർക്കിംഗ് പ്രൊഫഷൻസിനൊക്കെ വണ്ടി ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സോഷ്യലി ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ്. എനിവേ ഓൾ ദി ബെസ്റ്റ്. അത് ഇനിയിപ്പോൾ ഞാൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ആൾക്കാരെ ഡീൽ ചെയ്തിട്ടുണ്ട്, ആൾക്കാർക്ക് ട്രെയിനിങ്സ് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ പലരിലും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് കൺസിസ്റ്റൻസി ബ്രേക്ക് ആവുക എന്നുള്ളത്. ഈ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ മൈൻഡ് ഇപ്പോൾ സ്കില്ലും ഈക്വൽ ടു ഭയങ്കര ഒരു ഇതാണ്. എന്താ പറയുക, സ്കില്ല് എന്ന് പറഞ്ഞൊരു മസിലാണ്. വർക്കൗട്ട് ചെയ്താലേ വലുതാവുള്ളൂ, മസിൽ വലുതാവുള്ളൂ. അത് ഭയങ്കര അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. പലർക്കും അത് വർക്കൗട്ട് പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസി പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഉപദേശം അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കൊടുക്കാനുണ്ട്? അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു സ്റ്റുഡൻറ്റ് അങ്ങനെ വന്ന് പറയുകയാണെങ്കിൽ എന്താവും ആൻസർ? നമ്മൾ പലപ്പോഴും കൺസിസ്റ്റൻസി എന്തെങ്കിലും ബിൽഡ് ചെയ്യാന്ന് വിചാരിക്കുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നമുക്ക് ഒറ്റയ്ക്ക് ബിൽഡ് ചെയ്യാന്നുള്ളതാണ്. ഒറ്റയ്ക്ക് ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഷോർട്ട് ടേം ആയിട്ട് നമുക്ക് പോകാൻ സാധിക്കും. ഇപ്പോൾ ഒരു ആഫ്രിക്കൻ പ്രൊവേർബ് ഉണ്ട്, ടു ഗോ ഫാർ ഗോ അലോൺ, ടു ഗോ ഫാസ്റ്റ് ഗോ അലോൺ, ടു ഗോ ഫാർ ഗോ ടുഗെദർ. അപ്പോൾ നിങ്ങൾ വലിയൊരു ഡ്രീമാണ്, നിങ്ങളുടെ ഒരു വലിയൊരു വേർഷനാണ് ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഒറ്റയ്ക്ക് ബിൽഡ് ചെയ്യരുത് എന്നാണ് ഞാൻ പറയുള്ളൂ. എഡെക്സ് അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള, നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുമ്പോൾ പരസ്പരം അക്കൗണ്ടബിൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ജിമ്മിനൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ല, നമ്മൾ കൂട്ടുകാരൊപ്പം +2 കഴിഞ്ഞ് ഞാൻ പോകുമ്പോൾ ജിമ്മിന് ഞാൻ പോകാതെ മടി പിടിച്ച് കിടന്ന കൂട്ടുകാർ വാടാന്ന് പറയും. ആ വാടാന്ന് വിളിക്കാൻ നിങ്ങളുടെ പ്രൊഫഷണൽ ആൻഡ് കരിയർ ആൻഡ് ബിസിനസ് ഗോളിലും ഒരാളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ഉണ്ടെങ്കിൽ യു വിൽ ഗോ ഫാർ. അതായത് നമ്മളെ എന്താ പറയുക, ഒരു അക്കൗണ്ടബിലിറ്റി പറയാനുള്ളത് ഏൽപ്പിക്കുക. അതെ അതെ, കാരണം എപ്പോഴും അയാളെ റിമൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അയാളെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും. അത് മാത്രമല്ല, നിങ്ങളുടെ ആ ഒരു ഡ്രീമിനെ ആ ഒരു കൂട്ടം ആളുകൾ എപ്പോഴും റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ലൈഫിൽ പലതും സംഭവിക്കാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, പേഴ്സണലിലും പ്രൊഫഷണലിലൊക്കെ. അപ്പോൾ ആ ഒരു നിമിഷത്തിന്റെ ഷോക്കിൽ പലപ്പോഴും നിങ്ങളുടെ ഡ്രീമിനെ, നിങ്ങളുടെ വിഷനെ നിങ്ങൾ മറക്കും. അപ്പോൾ അവിടെ നമ്മളെ ഓർമ്മിപ്പിക്കാൻ നമ്മുടെ വിജയം നമ്മളെ പോലെ തന്നെ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടെങ്കിൽ വിൽ ഗോ ഫാർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഒരാൾ പബ്ലിക് സ്പീക്കിംഗ് ചെയ്യാന്നുള്ളത്, ഇത് മെയിൻ ഞാനൊരു ഇത് വായിച്ചിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, ആൾക്കാരൊക്കെ ഉള്ള ഉള്ളിലൊരു പെയിൻ എന്ന് വെച്ചെങ്കിൽ മുമ്പുണ്ടായ ഒരു ട്രോമ എന്ന് പറയാൻ പറ്റില്ല, വേറെ ചെറുപ്പത്തിൽ സ്റ്റേജിൽ കയറുമ്പോൾ അയ്യോ സ്റ്റേജിൽ പോകണം, ആ ഒരു സാധനം കൊണ്ടാണ് ആൾക്കാർ എപ്പോഴും പബ്ലിക് സ്പീക്കിംഗ് അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് ഒരു 10 ആൾ മുമ്പിൽ നിന്ന് മാത്രമല്ല, ഒരു സ്റ്റേജിൽ എന്താ ആയിക്കോട്ടെ ഇത് പറ്റാത്തത്. ഇതിന് സൈക്കോളജിക്കലി ആണോ ചെയ്യേണ്ടത്, അതോ ഇതിന് എന്താണ് ഇതൊന്ന് സോൾവ് ചെയ്യാൻ? ഇപ്പോഴും ആൾക്കാർ മൈക്ക് പിടിച്ചാൽ, ഇപ്പം ഞാൻ ഇപ്പോഴത്തെ ഒരു കോളേജിൽ പോയപ്പോൾ ഭയങ്കര അടിപൊളി ഓർഗനൈസർ അത്രേ, ഒരു യൂണിയൻ്റെ പരിപാടിയാണ്. എല്ലാ കാര്യവും നടന്നു വരുന്ന ഒരു ഓറൊക്കെ ഉണ്ട്, തുണിയൊക്കെ എടുത്തിട്ട് ഭയങ്കര ഇതായിട്ട് സ്റ്റേജിൽ വന്നപ്പോൾ ആ കുട്ടീനെ ചെറുതായിട്ടൊന്ന് ഇതാവുന്നുണ്ട്, സ്ലിപ്പാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ പ്രശ്നമുണ്ട്. ഇത് സൈക്കോളജിക്കലി ഉള്ളതാണോ? ഇതിനെന്തൊരു സൊല്യൂഷൻ ആയിട്ടുണ്ടാവുക? അതിനെക്കുറിച്ച് ഞാൻ പഠനം നടത്തിയിട്ടുണ്ട്. പഠനം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മൾ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഈ ചൂടുവെള്ളത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ വീഴും. അവിടുന്ന് ബൗൺസ് ബാക്ക് ചെയ്യുന്ന ആളുകൾ ഒരുപാട് മുന്നിലേക്ക് പോകും, അല്ലാത്തവർ അവിടെ തന്നെ സ്റ്റക്ക് ആവും. ഇത് റിയാലിറ്റി. നമ്മളുടെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഇതിന്നൊരു മാറ്റം വരണമെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഒരു കാര്യം സംഭവിക്കണം. ഈ ഓപ്പോസിറ്റ് ഉള്ളതാണോ? എന്താണ് ഇത്ര ഉള്ളൂ അല്ല, അതിനേക്കാൾ അവിടെ സൈക്കോളജിക്കലി എന്ന് ചോദിച്ചപ്പോൾ അവിടെ മൈക്രോ വിൻസ് എന്നൊരു കാര്യമുണ്ട്. മൈക്രോ വിൻസ് എന്ന് പറയുമ്പോൾ, നമ്മളിപ്പോൾ ഒരു വലിയ വീഴ്ചയിൽ നിന്ന് ഉണ്ടായ വേദന നമ്മൾ ആ കാര്യം ശ്രമിക്കുമ്പോൾ നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ ആ കാര്യത്തിന് വേണ്ടി പിന്നെ ശ്രമിക്കില്ല. കാരണം ഐ ഡോണ്ട് വാണ്ട് ടു ഫീൽ ദാറ്റ് പെയിൻ, ഐ ഡോണ്ട് വാണ്ട് ടു ഫീൽ എംബാരസ്ഡ്, ഐ ഡോണ്ട് വാണ്ട് ടു ബി ക്രിട്ടിസൈസ്ഡ് ബൈ സമൺ. ഈ ഒരു തോട്ടുകളൊക്കെ നമ്മുടെ മനസ്സിൽ വരും പബ്ലിക് സ്പീക്കിംഗ് പെർസ്പെക്റ്റീവിൽ. പക്ഷെ ഇവിടെ മൈക്രോ വിൻസ്, ഇപ്പൊ ഞാൻ ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 30 സെക്കൻഡ് ഞാനൊന്ന് വന്നിരിക്കുമ്പോൾ ഞാനിങ്ങനെ തലയിൽ കൈവച്ചിരുന്നു. ഡയലോഗ് ഉണ്ടല്ലോ, അങ്ങനെ തോന്നി വരണ്ടേരുന്നില്ല എന്തിനു വന്നു. പക്ഷെ ഞാൻ വീട്ടിൽ പോയപ്പോൾ തോന്നി എൻ്റെ 4-5 വർഷം, 11 കഴിഞ്ഞ് 16 വരെ 5 വർഷം ഞാൻ കളഞ്ഞു. ഇനി ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിൽ വീണ്ടും വർഷങ്ങൾ മുന്നോട്ട് പോകും. ഞാൻ അങ്ങനെ ഒരു കറേജൊക്കെ ഗ്യാദർ ചെയ്തിട്ട് ഞാൻ വന്ന് ഐസ് ബ്രേക്കർ എന്നുള്ള സ്പീച്ച് ഉണ്ട്. ഫസ്റ്റ് പ്രോജക്റ്റ് ഐസ് ബ്രേക്കർ ആയിരിക്കും. ആ ഐസ് ബ്രേക്കറിൽ ഞാൻ സ്പീച്ച് കൊടുക്കാൻ വേണ്ടി പോയി. ഞാൻ ഒറ്റയ്ക്കല്ല പോയത്, എൻ്റെ കൂട്ടുകാരൻ മുകേഷ് ഉണ്ടായിരുന്നു. മുകേഷ് പറഞ്ഞു, നീ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അടിപൊളി പ്രസൻറ്റേഷൻ ചെയ്തിരുന്നല്ലേ. വണ്ടി എടുത്ത് ഞങ്ങൾ റൂമിൽ നിന്ന് ഈ വെന്യൂയിലേക്ക് പോകുന്നവരെ അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, പണ്ട് ഞാൻ ചെയ്താലേ എനിക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ
ആ ഒരു വേദിയിൽ നിന്നിട്ട് എന്തായാലും ഞാൻ എൻ്റെ 5 to 6 minutes സ്പീച്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നുള്ള ഒരു പ്രോമിസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. മറന്നാലും എനിക്ക് ഫ്ലോ നഷ്ടപ്പെട്ടാലും. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ പഴയ സ്കില്ലിൽ കുറച്ചൊക്കെ എനിക്ക് അവിടെ കാണാൻ പറ്റി എന്നിൽ. അപ്പോൾ അന്ന് കുറേ പേര് കൈയടിച്ചു, കുറേ ആളുകൾ ചെറിയ ചെറിയ പേപ്പറിൽ നോട്ട്സൊക്കെ തന്നു, യു ഡൂയിങ് അമേസിങ്. അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഫേസ്ബുക്കിലിട്ടു. ഒരു 300-350 ആൾക്കാർ ലൈക്ക് അടിച്ചു അന്ന് 2016. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം മൈക്രോ വിൻ എന്ന് ഞാൻ പറയുമ്പോഴും അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ബിഗ് വിൻ തന്നെയായിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ കോൺഫിഡൻസ് ബിൽഡായി. കാരണം ഞാൻ എന്നെ കൊണ്ട് ഇനി ഒന്നിനും പറ്റില്ല എന്നൊരു നിമിഷം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല ആളുകളും വന്ന് ആ ഒരു കോംപ്ലിമെന്റ് തന്നപ്പോൾ, പല ആളുകളും ആ ഒരു റീഅഷുറൻസ് തന്നപ്പോൾ എൻ്റെ ആ ഒരു കോൺഫിഡൻസ് വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എക്സ്പോഷർ തെറാപ്പി എന്ന് പറയും. എക്സ്പോഷർ തെറാപ്പി എന്ന് പറഞ്ഞാൽ ചെറിയ സ്റ്റേക്സ് ഉള്ള ലോ സ്റ്റേക്സ് എൻവയൺമെൻറ്റ്. ഇപ്പോൾ എഡെക്സ് പോലുള്ള പ്ലാറ്റ്ഫോമിൽ പബ്ലിക് സ്പീക്കിംഗ് പ്രാക്ടീസ് ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് തെറ്റിക്കഴിഞ്ഞാൽ അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ ഒരു വർക്കിൽ ഒരു ബിഗ് ടിക്കറ്റ് സെയിൽസ് പ്രസന്റേഷനിൽ നിങ്ങൾക്ക് ഫെയിൽ ആയി കഴിഞ്ഞാൽ എല്ലാവരും അറിയും. അപ്പോൾ ആ ഒരു ലോ സ്റ്റേക്സ് എൻവയൺമെന്റിൽ കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മുടെ ജിമ്മിൽ വെയിറ്റ് കൂട്ടി അടിക്കാൻ അറിയില്ല, ആ കൂട്ടി അടിക്കുന്ന പോലെ വെയിറ്റ് കൂട്ടി നിങ്ങളെ ചാലഞ്ച് കൂട്ടുക. ആദ്യം 2 മിനിറ്റ് ആണെങ്കിൽ പിന്നെ 5 minutes, പിന്നെ 10 minutes, പിന്നെ Q&A ഹാൻഡിൽ ചെയ്യുക. അങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ വെയിറ്റ് കൂട്ടിയിട്ട് അടിച്ചു കഴിഞ്ഞാൽ മൈക്രോ വിൻസ് ആഡപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തിന് അത് ആദ്യം മാറ്റും. കാരണം ഐ എം നോട്ട് കോൺഫിഡൻറ്റ്, ഐ എം നോട്ട് എൻ ഇൻട്രസ്റ്റിംഗ് സ്പീക്കർ, ഐ ആം നോട്ട് എ കോൺഫിഡൻറ്റ് സ്പീക്കർ എന്നതിൽ നിന്ന് ആളുകളുടെ ഫീഡ്ബാക്കും നിങ്ങൾക്ക് സ്വയം തോന്നും. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ആ ഒരു ജേർണി, ആ മൈക്രോ വിൻസ് ആഡ് ചെയ്ത് നിങ്ങൾ വളരെ കോൺഫിഡൻറ്റ് ആൾ മാറും. പക്ഷെ നിങ്ങൾ കൊടുക്കേണ്ടത് ഒരു കമ്മിറ്റ്മെൻറ്റാണ്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നോ മാറ്റർ വാട്ട് ഹാപ്പൻസ് യു വിൽ കീപ് ഓൺ ഗോയിങ്. കൺസിസ്റ്റന്റ് പോയി നിങ്ങൾക്കൊരു ടീം ഉണ്ടെങ്കിൽ യു വിൽ ട്രാൻസ്ഫോം. ഇതിൽ എനിക്ക് ഭയങ്കര ഹിറ്റ് ചെയ്തൊരു സാധനം സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ തന്നെയാണെന്നാണ്. കാരണം നിങ്ങൾ വണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ എത്തുന്നവരെ നിങ്ങളെ ഫ്രണ്ട് നിങ്ങളിങ്ങനെ മറന്നു, അതിൻ്റെ റിസൾട്ട് കിട്ടി. സബ് കോൺഷ്യസ് മൈൻഡിന് ഭയങ്കരമായിട്ടുള്ള പവർ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു പ്രൂവൺ എവിഡൻസ് ആണ് എനിക്ക്, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ എനിക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി എൻ്റെ നെക്സ്റ്റ് ഒരു തോട്ട് എന്താ വെച്ചെങ്കിൽ, എന്താ പറയുക, ചില ആൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ വയ്ക്കും നന്നായിട്ട് PPT ഒക്കെ ഉണ്ടാക്കിയിട്ട്. പക്ഷെ നേരത്തെ പറഞ്ഞ Q&Aയിൽ അവരെന്ത് ചെയ്യും, പെട്ടെന്നുള്ള ക്വിക്ക് ആൻസറിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അത് 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 ക്ലിയർ ചെയ്യണമെങ്കിൽ പ്രാക്ടീസ് തന്നെയാണെന്നാണ് എനിക്ക്. അങ്ങനെ തന്നെയാണോ? അതെ, പ്രാക്ടീസും. കാരണം നമ്മൾ ഒരാള്, അതായത് ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചെങ്കിൽ, ചിലർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ആൾക്ക് അത് കറക്റ്റ് പറയാൻ വെക്കും. ഒരു പ്രിപ്പയർ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാറിനെ കുറിച്ചിട്ടാണെങ്കിൽ 4 ഡോറുണ്ട്, വീലുണ്ട് എന്നൊക്കെ അവർ പക്ക പ്രിപ്പയർ ചെയ്യും. പക്ഷെ കാറിൻ്റെ എഞ്ചിൻ്റെ ഉള്ളിൽ സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രിപ്പറേഷൻ്റെ വീക്കാണെന്നല്ല പറയുന്നത്, ഒരു Q&A എന്നുള്ളതാണ്. അതായത് നമ്മളെ ക്വസ്റ്റ്യൻ നമ്മളൊരു 10 ക്വസ്റ്റ്യൻ കാണപ്പെടെ പഠിച്ചു പോയി, പക്ഷെ 11 ക്വസ്റ്റ്യൻ വന്ന് വീഴുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ കുട്ടികൾക്ക് അത് ക്രാക്ക് ചെയ്തു കേട്ടോ. അതായത് ഞങ്ങൾ ഇവിടെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും, ഇപ്പോൾ നമുക്ക് ഓൾറെഡി പ്രസൻറ്റേഷൻ പറഞ്ഞുകൊണ്ട് വരാണേ, എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പ്രസൻറ്റേഷൻ ഉണ്ടാവുക. കോളേജിലൊക്കെ 10 മിനിറ്റ് പ്രസൻറ്റേഷനും 5 മിനിറ്റ് ക്വസ്റ്റ്യൻ ആൻസറും അല്ലേ. ഞങ്ങൾ നേരെ തിരിച്ചാ. ആദ്യം എങ്ങനെയായിരുന്നു, 5 മിനിറ്റ് പ്രസൻറ്റേഷൻ 10 മിനിറ്റ് ക്വസ്റ്റ്യനാണ്. അതെങ്ങനെ ഇതെങ്ങനെ അതെങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ അത് ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ട് അല്ലേ. അത് പ്രാക്ടീസിലൂടെ തന്നെ മാറ്റാൻ പറ്റുള്ളൂ. പ്രാക്ടീസിലൂടെ. പക്ഷെ അതിലുപരി നമ്മൾ പബ്ലിക് സ്പീക്കിങ്ങിൽ അത് വെറും പ്രസന്റേഷൻ മാത്രമല്ല, അവിടെ വേറൊരു എലമെന്റ് കൂടിയുണ്ട്. നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്കിൽ നമ്മൾക്ക് എത്രത്തോളം നോളജ് ഉണ്ട്, കണ്ടന്റിൽ എക്സ്പെർട്ടീസ് എത്രത്തോളം ഉണ്ട്. ആ എക്സ്പെർട്ടീസ് ഇല്ലെങ്കിൽ യു ആർ ഹോളോ, യു ഹാവ് നത്തിങ് ടു സേ, യു ആർ ജസ്റ്റ് എ ഡ്രം മേക്കിംഗ് നോയ്സ്. അപ്പൊ നിങ്ങൾ ഒരു പബ്ലിക് സ്പീക്കർ ആകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നല്ലൊരു പ്രസന്റർ ആവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, വാട്ട് യു ആർ ഗോയിങ് ടു സേ, അതിൽ ഡീപ്പായിട്ടുള്ള ഒരു പഠനം ഉണ്ടെങ്കിൽ, ആൻഡ് ഇഫ് യു ക്യാൻ തിങ്ക് ഫ്രം ഓഡിയൻസ് പെർസ്പെക്റ്റീവ്, you will be a star when they ask questions. Otherwise you will be doomed. അപ്പൊ ഇവിടെ ആ ഒരു സബ്ജക്റ്റിൽ നോളജ് ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും കോൺഫിഡൻസ് വരുന്നത്. പബ്ലിക് സ്പീക്കിംഗ് എന്നതൊരു സ്കില്ലാണ്. ആ സ്കില്ലിൽ കഴിവുണ്ടെങ്കിലും നമ്മൾ അറിയാത്തൊരു സബ്ജക്റ്റോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റും. അപ്പൊ കണ്ടന്റ് നോളജിലും കൂടെ ഫോക്കസ് വേണം. നമ്മളൊരു ഏരിയ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു ബി ദ ബെസ്റ്റ് ഇൻ ദാറ്റ്. നമ്മൾ അതിലൊരു ബെസ്റ്റ് ആളാണെങ്കിൽ എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ആകണം എന്ന നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് വായിക്കും, പഠിക്കും. അപ്പൊ ഈ ഒരു പ്രശ്നം നമ്മൾ കണ്ടിന്യൂസ് ലേൺ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ നമ്മളൊരാൾ ഓഡിയൻസിനെ പോകുമ്പോൾ അവരെ കുറിച്ചിട്ട് കറക്റ്റ് നമ്മൾക്ക് എന്ത് ചെയ്യണം, എന്താണ് ടോപ്പിക്, അതിനെക്കുറിച്ചുള്ള ഒരു 360 ഡിഗ്രി നമ്മൾ അറിഞ്ഞിരിക്കണം. അതെ, ഓക്കെ, ഗ്രേറ്റ്. ഞാൻ ദുബായിത്തെ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ചോദിക്കണം. ദുബായിത്തെ ഓപ്പർച്യൂണിറ്റീസ് അല്ല, ദുബായിത്തെ കുട്ടികളും കേരളത്തിലെ കുട്ടികളും തമ്മിൽ എന്തെങ്കിലും കാണാനുള്ള ഭാഗത്തല്ല, അപ്പം നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ട്രെയിനിങ് എടുക്കുന്നുണ്ട്, ഇന്റർനാഷണൽ ബാക്കിയുള്ള കൺട്രീസിൽ ട്രെയിനിങ് എടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടോ? രണ്ടുപേർക്കും പ്രോസ് ആൻഡ് കോൺസ് പറയുകയാണെങ്കിൽ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ദുബൈയിലെ കുട്ടികളെ നമുക്ക് കാണാൻ കഴിയുകയാണെങ്കിൽ അവർക്കൊരു ഇന്റർനാഷണൽ എക്സ്പോഷർ ഉണ്ട്. മൾട്ടി ലിംഗ്വിസ്റ്റിക്സ് ആൾക്കാർ ഡീൽ ചെയ്യുന്ന ഒരു. അതെ, അപ്പൊ അതിൽ അവർക്ക് നമ്പർ 1
അവരുടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽസ് ബെറ്റർ ആയിരിക്കും കമ്പാരിറ്റീവ്ലി. പക്ഷെ അത് ഒരു ലാംഗ്വേജിലുള്ള പ്രൊഫഷൻസിയാണ്. പക്ഷെ അതിന്റെ കൂടെ തന്നെ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ സോഷ്യൽ സ്കിൽസ് കൂടെ ഇമ്പോർട്ടൻ്റ്. ഇപ്പൊ നമ്മുടെ നാട്ടില് സത്യം പറഞ്ഞാൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ് നമ്മുടെ നാട്ടില് ഒരു എന്തെങ്കിലും ഒരു ബിസിനസ് ഇവിടെ നടത്തി വിജയിച്ചു എന്നൊരാള് പറയുകയാണെങ്കിൽ അവരെന്തായാലും ദുബൈയിൽ എടുക്കുന്നതിന്റെ ഒരു 10 times എഫേർട്ട് ഇവിടെ എടുത്തിട്ടുണ്ടാവും. കാരണം ഇവിടെ കോമ്പറ്റീഷൻ കൂടുതലാണ്, പോപ്പുലേഷൻ കൂടുതലാണ്, പല ആളുകളും ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികളും ഇവിടെ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിലെ കുട്ടികളുടെ സ്റ്റുഡൻസിന്റെ നമ്പേഴ്സ് ആണെങ്കിലും കുട്ടികൾ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയാണെങ്കിലും അതിലൊരു കോമ്പറ്റീഷൻ ഇവിടെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ കുട്ടികൾ ഉയർന്നു വരുമ്പോൾ സോഷ്യൽ സ്കിൽസ് ഒരു ഹൈ ആയിരിക്കും. ഇനി ഇവിടുത്തെ സ്കൂളുകൾ അനുസരിച്ച് അവരുടെ എൻവയോൺമെന്റ് അനുസരിച്ച് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് മൈറ്റ് ഡിഫർ. പക്ഷേ ഇവിടുത്തെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള സ്കില്ലുകൾ ഉണ്ടായിരിക്കും, പക്ഷേ സോഷ്യൽ സ്കിൽസ് കുറവായിരിക്കും. പക്ഷെ നമ്മളൊരു കരിയർ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ബിക്കോസ് ഓഫ് ദ ബാക്കപ്പ് ദേ ഹാവ്, കാരണം അവിടെ പഠിക്കണമെങ്കിൽ അവർക്ക് ഫാമിലി നല്ല എക്സ്പ്ലോഷർ ഉണ്ടാവും, ബാക്കപ്പ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇവര് തുടങ്ങുന്നത് 6ാമത്തെയോ 7ാമത്തെയോ സ്റ്റെപ്പ് എന്നാ. പക്ഷെ ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് പോകുന്ന കുട്ടികൾ 0 തുടങ്ങുന്നത്. അപ്പൊ ഫൈനലി ഒരു 10 years കാണുമ്പോൾ ഇവര് 7 തുടങ്ങിയാലും 6 തുടങ്ങിയാലും അവർ 7, 8 നിൽക്കും. അപ്പൊ ഈ സോഷ്യൽ സ്കിൽസ് ഉള്ള കുട്ടികൾ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നൊരു എൻവയോൺമെന്റിൽ നിന്ന് വന്ന കുട്ടികൾ ഒരു 3-4 years എടുക്കും അവരൊന്ന് പൊന്തി വരാൻ. പിന്നെ ഒരു ജൈൻ ലീപ്പ് നമുക്ക് കാണാൻ കഴിയും. വലിയ ബിസിനസ് ബിൽഡ് ചെയ്ത ആളുകളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും അവർ നാട്ടിൽ നിന്ന് വന്ന് 0 ഒന്നൊക്കെ തുടങ്ങി അവർ ബിഗ് ആയിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ ഒരുപാട് ഇൻഫ്ലുവൻസസ് ദുബായ് ബേസിലുള്ള ഒരുപാട് ഇൻഫ്ലുവൻസസ് ഒക്കെ ഞാൻ മനസ്സിലാക്കിയത് അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ എനിക്ക് പേരെടുത്ത് പറയണമെന്നുണ്ട്. അസർ എന്ന് പറഞ്ഞ ആളൊക്കെ ഹോട്ടലിൽ മറ്റേ 5 സ്റ്റാറിൽ അത് മാറി വൺ ഓഫ് ദ ലീഡിങ്. അങ്ങനെ ഓരോരുത്തരെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ഇതാണ്. അവർ ആ സ്ട്രഗിളിനെടുത്ത് പക്ഷെ അവരത് ക്രാക്ക് ചെയ്തു. അവർ ആ ലീപ്പിൽ നിൽക്കുകയാണ്. ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ എനിക്ക് ഇനി നമ്മൾ അടുത്തൊരു ഫൈനൽ എന്നുള്ള തോട്ടിൽ ഇപ്പോൾ എന്താ പറയുക, ബാക്ക് ടു ഒരു ബിടെക് പഠിച്ചപ്പോൾ എൻ്റെ ഓഡിയൻസിലധികം സ്റ്റുഡൻസ് ആണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. വീഡിയോ കാണുന്നത് ഇപ്പോൾ ഓണ്ടർപ്രണർഷിപ്പ് ആഗ്രഹിക്കുന്ന, ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ഒരു പറ്റും വിദ്യാർത്ഥികളാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരുടെ പേരൻസ് ഒക്കെ ഉണ്ടാവും മേ ബി. അപ്പോൾ ബാക്ക് ടു നിങ്ങളൊരു ഏജിൽ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജേണിയിൽ നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുള്ള ഒരു 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് എനിക്ക് ബാക്ക് ടു ഞാൻ വീണ്ടും എൻ്റെ കരിയർ എന്ന് പറഞ്ഞൊരു ജേണിയാണല്ലോ. ഈ ജേണി സ്റ്റാർട്ടിന് മുമ്പ് എത്തുമ്പോഴേക്കും ഞാൻ മസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു 3 കാര്യങ്ങളാകുമ്പോൾ ഇപ്പം ഇനി കൺഫ്യൂഷൻ 3 മസ്റ്റ് അല്ല, നിങ്ങൾക്ക് കൂട്ടാൻ വലിയ കുറക്കാം എന്തായിരിക്കും? അതെ, 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഐ വിൽ ലിസൺ ടു മൈസെൽഫ്. ഐ വോണ്ട് ഫോൾ ഫോർ പിയർ പ്രഷർ. പഠിച്ചില്ലേ 4 കൊല്ലം എഞ്ചിനീയറിംഗ് പോയി കഴിഞ്ഞാൽ ലൈഫ് സെക്യൂർ ആവും, അതിൽ തന്നെ പോകണം. വേറെ മാറിപ്പോയി കഴിഞ്ഞാൽ മണ്ടത്തരായിരിക്കും ചെയ്യുന്നത്. ഐ വിൽ ലിസൺ ടു മൈസെൽഫ്. സെക്കൻഡ്, ഐ വിൽ ലിസൺ ടു പീപ്പിൾ അറൗണ്ട് മീ. കുറേ ആളുകൾ ഒരു പട്ടീനെ കാണിച്ചിട്ട് ആടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആടാണ്, അത് പട്ടിയല്ല. അങ്ങനെ പല ആളുകളും നമ്മളുടെ അടുത്ത് പറയും, യു ആർ ഗുഡ് ഇൻ ദിസ്, യു ആർ ഗുഡ് ഇൻ ദാറ്റ്, യു ആർ ഗുഡ് ഇൻ ദിസ്, യു ആർ ഗുഡ് ഇൻ ദാറ്റ്. നമ്മളത് കേൾക്കണം. പലപ്പോഴും കുറേ ആളുകൾ പറയുന്നത് കേൾക്കേണ്ടതാണ്. ആളുകൾ പറയുന്നത് കേൾക്കേണ്ട ചില സാഹചര്യങ്ങളുണ്ട്. നീ അതിൽ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്, നീ അതിലൊരു കരിയർ ബിൽഡ് ചെയ്യടാ, എഞ്ചിനീയറിംഗ് ഒന്നും എനിക്ക് പറ്റിയതല്ല എന്നോട് പറഞ്ഞു. പക്ഷെ ഞാനത് വിശ്വസിച്ചില്ല. കാരണം ഒരു ഇന്റർവ്യൂ ഫെയിലിയർ എൻ്റെ ആ ഒരു ബിലീഫ് മാറ്റിക്കളഞ്ഞു. ഞാൻ ഒന്നുമല്ല, യൂസ്ലെസ് ആണെന്നൊരു തോട്ട്. അത് ഒട്ടും ഹെൽത്തി ആയിരുന്നില്ല. ബട്ട് ഐ ഡിഡ് ദാറ്റ് മിസ്റ്റേക്ക്. അത് ഞാൻ ഇനി തിരിച്ചു പോവുകയാണെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല. തേർഡ്, ഐ വിൽ ബിലീവ് ദർ ഈസ് എ ലോട്ട് ടു ലേൺ. ഇതൊന്നും സ്റ്റെപ്പ് 1 പോലും ആയിട്ടില്ല, സ്റ്റെപ്പ് 0 ആ ഹ്യൂമിലിറ്റി ഞാൻ കൊണ്ടുവരും ലേണിങ്ങിൽ. കാരണം നമുക്ക് സക്സസ് ഒരുപാട് ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെന്തോ ആ സംഭവമാണ്. പക്ഷെ പഠിച്ചിറങ്ങുന്നൊരു കുട്ടി മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊരു പൊട്ടക്കിണറ്റിലെ തവളയാണ്, പുറത്തൊരു കടലുണ്ട്. ആ കടൽ അറിയണമെങ്കിൽ ആദ്യം കടൽ തീരത്ത് വരണം, അതിൽ ഒരു കാല് വെച്ച് ആദ്യം കടൽ വെള്ളത്തിൽ ചവിട്ടണം, പിന്നെ മെല്ലെ 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 എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ യു വിൽ നോ ദ വേൾഡ്. അപ്പോൾ അവിടെ വേണ്ടത് ഹ്യൂമിലിറ്റിയാണ്, ഒരു ഓപ്പൺനെസ് ആണ്. ആ ഹ്യൂമിലിറ്റി ആൻഡ് ഓപ്പൺനെസ് ഞാൻ എൻ്റെ ലൈഫിൽ കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ട് എന്നിൽ വിശ്വസിച്ച് ഞാൻ എന്തിലാണ് ഞാൻ ഗുഡ് എന്ന് ആളുകൾ എന്നോട് പറഞ്ഞത്, എനിക്കൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, അത് അനുസരിച്ച് ഒരു ഡയറക്ഷൻ സെറ്റ് ചെയ്ത് ഞാൻ വർക്ക് ചെയ്യും. നോ മാറ്റർ ഹൗ മെനി ടൈംസ് ഐ ട്രൈ, നോ മാറ്റർ വാട്ട് ഐ ഗെറ്റ് ഫ്രം നേഴ്സേഴ്സ്. അവർ പറയുമല്ലോ, എന്താണ് ഇതിലൊക്കെ പോയിട്ട് കാര്യമുണ്ടോ? അതൊന്നും കേൾക്കില്ല. കാരണം ഞാൻ തിരിച്ചുപോയ ആളാ, എനിക്കറിയാം ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നത്. അന്ന് പബ്ലിക് സ്പീക്കിങ്ങും സോഫ്റ്റ് സ്കിൽസ് ട്രെയിനിങ്ങും ഇത്രത്തോളം ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു പക്ഷേ ഞാനന്ന് ഫീൽഡിൽ കാല് വെച്ച് ഇറങ്ങിയിരുന്നു. യെസ്, ഐ വുഡ് ഹാവ് ബീൻ ദ ബെസ്റ്റ് ഇൻ ദാറ്റ്. ഇതായിരിക്കും ഞാൻ ചെയ്യാറ്. ഓക്കെ, ഇതിലിപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് മനസ്സിലായി, നമ്മളുടെ വേറൊരാളുടെ മിനിമം കാര്യം നമ്മളുടെ മാക്സിമം.
അങ്ങനെ വേർഡ് ഉണ്ട്. ഇപ്പോൾ വെയിറ്റ് എടുക്കണത് ഞാൻ ഭയങ്കര 50 കിലോ എടുക്കണം, ചിലരുടെ മിനിമം ആണത്, ഇപ്പോൾ വേറൊരാളെ മാക്സിമം ആണ്. നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളെ താഴെ ആൾക്കാരുണ്ട്, മുകളിൽ ആൾക്കാരുണ്ട്, നമ്മളെപ്പോഴും മുകളിലോട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യാം. അപ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര 50 കിലോ വെയിറ്റ് ഇട്ട് അടിക്കണമെങ്കിൽ അത് എനിക്ക് മാക്സിമം ആകാരം, ചിലപ്പോൾ വേറൊരാളെ മിനിമം വെയിറ്റ് ആകാരം, അത് ചെറിയ വെയിറ്റ് ആകാരം. അപ്പോൾ നമ്മൾ ആ ഗ്രോത്ത് മൈൻഡ്സ് വെച്ചിട്ട് കണ്ടിന്യൂസ് ഇമ്പ്രൂവ് ചെയ്തോട്ട് പോവാം. റൈറ്റ് വേർഡ്, ഗ്രോത്ത് മൈൻഡ് സെറ്റ്. താങ്ക് യു സോ മച്ച്. നമ്മൾ ഭയങ്കര ഒരു കാമായിട്ടുള്ളൊരു ക്വയറ്റ് ആയിട്ടുള്ളൊരു ഡിസ്കഷനായിരുന്നു നമ്മൾ ഉണ്ടാകുന്നത്. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ബാക്കി ഞാൻ കുറച്ച് മുമ്പ് ഇരുന്നിട്ടുണ്ടെങ്കിലും ഇത്രത്തോളം ഒരു എന്താ പറയുക, ഇപ്പോൾ ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള പവർഫുൾ സാധനങ്ങൾ പറഞ്ഞൊരു ഉണ്ടായിട്ടില്ല. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്തായാലും ബാക്കി കാര്യങ്ങളിൽ ഇരിക്കണം. ഇനി അഡീഷണൽ നിങ്ങൾക്ക് കുട്ടികളോട് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. എനിക്ക് നിങ്ങളിപ്പോൾ ഒരു ഡ്രീമിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കേൾക്കുന്ന എഡെക്സിലെ കുട്ടികളോടും അല്ലാത്തവരോടും എനിക്ക് പറയാനുള്ളത്, ചെറിയൊരു പ്രായത്തിൽ നമുക്ക് കുറേ ഡ്രീംസൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ കടലിൽ ഫേസ് ചെയ്യുമ്പോൾ പല ആളുകളും പറയും ഇപ്പം എന്നെ കൊണ്ട് പറ്റില്ലടാ, ഇതുകൊണ്ടൊന്നും കാര്യമില്ല. ഇങ്ങനെ പറയുന്ന ആൾക്കാരോടൊക്കെ എനിക്കറിയാം ഞാൻ വിശ്വസിക്കുന്ന ആ ഒരു ഗോളിലേക്ക് എനിക്ക് എത്താൻ കഴിയുമെന്നും അതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന്. ഐ വിൽ ഗോ. ഇഫ് ഐ ഫെയിൽ ഐ വിൽ ട്രൈ അഗെയിൻ. ഇഫ് ഐ ഫെയിൽ അഗെയിൻ ഐ വിൽ ട്രൈ അഗെയിൻ ആൻഡ് അഗെയിൻ. പക്ഷേ ഞാനെൻ്റെ ലക്ഷ്യത്തിലെത്തും എന്ന് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളോടും ചുറ്റും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയും. കാരണം നിങ്ങളുടെ മനസ്സിലുള്ള ലക്ഷ്യവും നിങ്ങളുടെ ആ വിഷനും അവർ കണ്ടിട്ടില്ല. വേറെ കുറ്റപ്പെട്ട് കാര്യമില്ല. ഇപ്പം നമ്മുടെ പേരൻസ് പോലും നമ്മളോടൊരു ഫീൽഡ് എടുക്കേണ്ട എന്ന് പറയുന്നത് നമ്മളോട് ഇഷ്ടം കൂടിയതുകൊണ്ടാണ്. കാരണം നമ്മളതിൽ പോയി കഴിഞ്ഞാൽ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഫ്യൂച്ചർ ഇല്ല എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അവർക്കറിയില്ല അതിൻ്റെ പൊട്ടൻഷ്യൽ. പക്ഷെ ഇത് പുതിയ കുട്ടികൾക്ക് അറിയാം. ദ ബിലീവ് ഇൻ ദ വിഷൻ. പക്ഷെ ആ ബിലീഫ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒന്നും പൊട്ടിക്കാതെ അതങ്ങനെ സൂക്ഷിച്ച് ഹൃദയത്തിൽ വെച്ച് കീപ് ഇറ്റ് ക്ലോസ് ടു യുവർ ഹാർട്ട് ആൻഡ് ഗോ വിത്ത് യുവർ ഫുൾ പവർ. ഓക്കെ, താങ്ക് യു സോ മച്ച് ആദി സാർ. അപ്പോൾ ഞാൻ ആദി സാറിൻ്റെ ആദി ബ്രോൻ്റെ ലിങ്കിഡിന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ആരെങ്കിലും എന്തെങ്കിലും ക്വയറിൻ്റെ കണക്ട് ചെയ്യും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.